ഹലോ ഗൈസ്, ഇന്നൊരു അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ പ്രേക്ഷേട്ടൻ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ജോലിക്ക് പോയിട്ടുണ്ട്, ഓട്ടത്തിന് പോയി. അപ്പോൾ അതിന് ശേഷം ഞാൻ നെയ്വിളക്ക് കത്തിക്കാം കേട്ടോ. നെയ്വിളക്ക് ഞാനായിട്ട് കത്തിച്ചു തുടങ്ങിയതാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്വിളക്ക് കത്തിക്കണം എന്ന്. എനിക്ക് അങ്ങനെ ഒരു തോന്നിയിട്ട് ഞാൻ നെയ്വിളക്ക് കത്തിച്ചു തുടങ്ങിയതാണ്. പക്ഷേ നെയ്വിളക്ക് കത്തിച്ച ശേഷം എനിക്ക് മനസ്സിന് കുടുംബത്തിനൊക്കെ ഒരു ഐശ്വര്യം ഉണ്ട്, അങ്ങനെ ഒരു തോന്നലാണ് കേട്ടോ. അങ്ങനെ നെയ്വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് നേരം കുറച്ച് ശ്ലോകങ്ങളൊക്കെ ഞാൻ കാലത്തു നിന്ന് ചൊല്ലും. അതിന് ശേഷമാണ് ഞാൻ കുട്ടികളൊക്കെ വിളിച്ചിട്ട് കുളിപ്പിക്കാനൊക്കെ പോവുക. പിന്നെ തുളസി പൊട്ടിച്ച് ഞാൻ എന്നും കൃഷ്ണൻ്റെ പാദത്തിൻ്റെ അവിടെ തുളസി പൊട്ടിച്ച് വെക്കും കേട്ടോ. കതിരുള്ള തുളസി പൊട്ടിച്ച് ഇങ്ങനെ വയ്ക്കും. അങ്ങനെ അതൊക്കെ ഞാൻ കൊടുന്ന് വെക്കാൻ കേട്ടോ. അതൊക്കെ കൊടുന്ന് പറ്റുന്ന ദിവസങ്ങൾ ഞാൻ ഈ തുളസി കൂടുതലുള്ള ദിവസങ്ങൾ തുളസി കെട്ടിയിട്ട് ഗുരുവായൂരപ്പനെ ചാർത്തും ചെയ്യാറുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ പറ്റണ ദിവസം അങ്ങനെ ഞാൻ മുക്കുറ്റിയൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ട് കർക്കിടകം 1 അപ്പോൾ മുക്കുറ്റിയൊക്കെ കർക്കിടകം 7 ദിവസമൊക്കെ നമ്മൾ മുക്കുറ്റിക്കുറിയൊക്കെ ഇടും ഈ ഭാഗത്ത്. എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ ഞാൻ ചാലിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ തന്നെ നമ്മൾ നന്നായി ഇങ്ങനെ തിരുമ്പി പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ചാറ് വരും കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറി ഇട്ടിട്ടുണ്ട്. അത് കളബാണ്, ഗുരുവായൂർ അമ്പലത്തിലെ കളബാണ് ഞാൻ ഇടാറ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ ഈ മുക്കുറ്റിക്കുറി ഇടുന്നത്. അപ്പോൾ അമ്മ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് അമ്പലത്തിൽ പോയുള്ള പരിപാടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മക്ക് ഞാൻ മുക്കുറ്റിക്കുറി ഇടുകയാണ്. അപ്പോഴേക്കും ഞാൻ കുളിച്ച് സെറ്റായി വന്നു. അമ്മയും ഞാൻ സെറ്റായി വന്നു. പക്ഷെ മക്കൾ ആരും എത്തിയിട്ടില്ല. അപ്പോൾ മക്കൾ അപ്പയ്ക്ക് എത്തി, മൂത്ത ആളെത്തി. അപ്പോൾ അവന് മുക്കുറ്റിക്കുറി ഇട്ട് ആദ്യക്കൂട്ടനും ഇട്ടു. അങ്ങനെ ആരാധ്യമോളും വന്നു. ആരാധ്യമോൾക്കും മുക്കുറ്റിക്കുറി ഇട്ട് കൊടുത്തു. അപ്പോൾ അവളുടെ മുഖത്ത് കണ്ണിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഐലൈനറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കി കൊടുക്കണം. അങ്ങനെ എല്ലാവരും സെറ്റായി പുറത്തേക്ക് ഇറങ്ങിക്കുമ്പോൾ ഞാൻ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാട്ടോ. അങ്ങനെ ഞങ്ങൾ റോട്ടിൽ കൂടെയൊക്കെ ഞങ്ങളെ റോഡ് കടന്ന് ചെറിയൊരു പോക്കറ്റ് റോഡൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്പലം. അധികം ദൂരമല്ല കേട്ടോ, അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ പോണ വഴിക്കും പിള്ളേഴ്സ് നല്ല അടിയാണ് കഴിച്ചത്. അപ്പം മഴ പെയ്തിട്ട് എല്ലായിടത്തും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് കെട്ടിയിട്ട് നടക്കുക. അപ്പോൾ ആദ്യമോ കുറച്ച് വെകുത്തറുള്ള കാരണം അവനെ ഞാൻ കൈ പിടിച്ച് പോവാട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് കൂടി ആട്ടോ, ഞങ്ങളുടെ ബാക്ക് സൈഡിൽ പോയി ബാഗ് എത്തും. അപ്പുറത്തോട് പോയി പിള്ളേരായിട്ട് സൈഡിൽ കൂടെ മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ കുറച്ചൊരു ബസ്സൊക്കെ പോണ റൂട്ടാണ്. അപ്പം അങ്ങനെ അമ്പലത്തിലൊക്കെ എത്തി. ഞാൻ പുഷ്പാഞ്ജലിയൊക്കെ ഇതാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ക്യൂ ഉണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞ് എൻ്റെ ഇതെത്തി. അപ്പോൾ പുഷ്പാഞ്ജലി എല്ലാവർക്കും കഴിക്കാനിട്ടാ. അത് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അവിടെ കുറച്ച് വഴുക്കലുണ്ട്. അപ്പോൾ അത് മഴയൊക്കെ ഉള്ളതിൻ്റെ അവർ കളഞ്ഞിട്ടുണ്ട്, എന്നാലും മഴയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അമ്മേനൊന്ന് കൈ പിടിച്ച് ഞാൻ ഒന്ന് സെറ്റാക്കി കൊണ്ടുവരാട്ടോ ആ വഴുക്കുള്ളടത്ത്. അങ്ങനെ സ്വാമീനൊക്കെ തൊഴുതു. എല്ലാവരും നിന്ന് തൊഴുതിട്ട് അമ്പലത്തിൽ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മയും സ്വാമീനെ തൊഴാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ അമലുട്ടാൻ എടുത്ത ക്ലിപ്പാട്ടത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ. അപ്പം നാഗത്താൻ്റെ അമ്പലമൊക്കെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ തൊഴുത്. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഇങ്ങനെ മരങ്ങളും മഴ കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് കുലുക്കിയിട്ട് ഇതാക്കണമെന്ന് എനിക്ക് നല്ല ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഞാനത് എപ്പോഴും ചെയ്യട്ടെ. അപ്പോൾ അതൊക്കെ ചെയ്ത് അതിന് ദേവിയുടെ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങി. അതിന് ശേഷം ഞങ്ങൾ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോകട്ടെ. ശാസ്താവും കോട്ട വേട്ടയ്ക്കൊരു മകൻ അങ്ങനെ ഉണ്ട്. അപ്പോൾ ആ അമ്പലത്തേക്ക് അതിൻ്റെയും ബാക്കിൽ കൂടെ ഉണ്ട് പോണ്. ഫ്രണ്ടിലേക്ക് കൂടെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡാണ്. അപ്പോൾ അതിൽ കൂടെ പോകാൻ നിന്നാൽ പിള്ളേഴ്സ് ഇതുള്ള കാരണം 3 ആളെയും ഇതാക്കണ്ടേ വെച്ചിട്ടാണ്. 3 പേര് അങ്ങോട്ടും കൂടെ ഏത് നേരം കിരിമ്പമ്പ് എന്ന് പറയും. അപ്പോൾ അവിടെ അമ്പലക്കുളത്തിൻ്റെ അവിടെ ഞാനൊന്ന് പോയി കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചു വരാം കേട്ടോ. ഇറങ്ങിയില്ല, അങ്ങനെ കണ്ടിട്ട് അങ്ങനെ. എന്നിട്ട് അമ്പലത്തേക്ക് മുമ്പ് ആരാധ്യമോൾ ചെരുപ്പ് ഊരിയിടാൻ മറന്നിട്ടാണ് കേസ് പോകുന്നത്. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞ് അത് ഊരിപ്പിച്ചു. അവിടെ നിന്ന് ഞാൻ എള്ളുതിരിയൊക്കെ ഞങ്ങൾ കത്തിക്കും. ആദ്യമോനെ അവിടെ എള്ളുതിരി കത്തിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും പേരിൽ എള്ളുതിരി കത്തിച്ച് തൊഴുത് ശാസ്താവിൻ്റെ ഒക്കെ അടുത്ത് തൊഴുത് ഞങ്ങൾ വലം വെച്ച് ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും അവിടെ തന്നെ ചെറിയൊരു ദേവിയുടെ ഭദ്രകാളിയുടെ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അവിടെയും തൊഴണ നേരത്ത് അമ്പലക്കുളം തൊട്ടടുത്തതിൻ്റെ. അപ്പോൾ ആ ക്ലിപ്സ് കുറച്ചെടുത്താട്ടോ. അപ്പോൾ അതിലേക്ക് നോക്കിയപ്പോൾ നല്ലോണം മീനുണ്ട്, കുറേ മീനുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ കുറച്ച് നേരം അതൊക്കെ നിന്നിട്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമാവും. എല്ലാ മീനിനോടും ഇങ്ങനെ വന്ന് നിന്നിട്ട് നല്ല തുഴലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകാനായിട്ട് അമ്പലത്തിൽ നിന്ന് തിരിച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേഴ്സൊക്കെ ഓടിപ്പോയി കഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നിറച്ച് ചളിയായി വരാം. അപ്പോഴേക്കും ഇതേ മുക്കുറ്റിയൊക്കെ ഇതേ കർക്കിടകത്തിനും ചിങ്ങമാസത്തിനൊക്കെ വരവേൽക്കാനായിട്ട് ഇതേ മുക്കുറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നാളേക്ക് മുക്കുറ്റി പറിച്ചിട്ട് പോയാലമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമേ മുക്കുറ്റിയൊക്കെ പറിച്ച് തുമ്പപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഓക്കെ, പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ്.